നിന്റെ പ്രശ്നം ഇതുവരെ സോൾവ് ചെയ്തില്ല അല്ലേ? എങ്ങനെ സോൾവ് ചെയ്യാനാ? അതിന് എതിർ പാർട്ടി ഒന്ന് കണ്ടുകിട്ടണ്ടേ? അപ്പോ കഴിഞ്ഞ ദിവസം നീ പാടത്തൊക്കെ പോയിട്ടും ആളെ കണ്ടില്ലേ? ഇല്ല, ഇല്ലെന്നേ. മണിക്കുട്ടനും ഞാനും കൂടി ആ പാടത്തും പറമ്പിലും ഒക്കെ അന്വേഷിച്ച് നടന്ന് ഞങ്ങളുടെ ചെരുപ്പ് തേഞ്ഞത് മിച്ചം. പിന്നെ ഈ കക്ഷി എങ്ങോട്ട് പോയി? അതാ ഞാനും ആലോചിക്കുന്നേ. എങ്ങോട്ട് പോയി? ചിന്നന് പോലും അറിയില്ല. ആകെ മായായി പോയതുപോലെ. ഏതായാലും ഇതങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന അത്ര ശരിയല്ല. കുറെ ദിവസം കാണാതിരുന്ന ആ അകൽച്ച കൂടത്തേ ഉള്ളൂ. ഞാൻ എന്ത് ചെയ്യാനാ? ആളെ ഒന്ന് കണ്ട പ്രശ്നം തീരുമായിരുന്നു. ദേവൻ സാറിനെ പോലെ ഒരാളുടെ സൗഹൃദം ഇല്ലാതാക്കുന്നത് നിനക്കത്ര നല്ലതിനല്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതെന്താ ഇപ്പോഴത്തെ സാഹചര്യത്തിനൊരു പ്രത്യേകത? നീ എന്താ ഉദ്ദേശിച്ചത്? ഈ നാട്ടിൽ നീ വന്നപ്പോഴുള്ള അവസ്ഥയാണോ ഇപ്പോ? നിനക്ക് തന്നെ അറിയാലോ എത്ര ശത്രുക്കളാണ് നിനക്കിപ്പോ. വാവിച്ച മുതലാളി, രാഹുല്, ചന്ദ്രസേനൻ, ഇങ്ങനെ പലരും നിന്നെ ഉപദ്രവിക്കാൻ തക്കം നോക്കി നടക്കുക. ആ സമയത്ത് ദേവൻ സാറിനെ പോലെ ഒരാൾ സഹായത്തിനുള്ളത് നിനക്കൊരു രക്ഷയല്ലേ? നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീ പോലും അറിയാതെ എത്ര തവണ നിന്റെ രക്ഷയ്ക്കെത്തിയിട്ടുണ്ട് അദ്ദേഹം. വീട് അടച്ചിട്ട് സകലർക്കും കൂടി പോകാൻ പറ്റുമോ? അതുകൊണ്ടാ ഞാൻ പോവാനത്. എല്ലാരും എവിടെ പോയി? അപ്പൊ ടീച്ചർ അറിഞ്ഞില്ലായിരുന്നോ? എങ്ങനെ അറിയാനാ? ആരോടെങ്കിലും പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. എന്താ എന്താ കാര്യം? ഇന്നേ ദേവന്റെ കല്യാണമായിരുന്നു. കല്യാണോ? അതേന്ന്. സംഗതി രഹസ്യമായതുകൊണ്ട് ആരോടും പറഞ്ഞില്ല. അടുത്ത ബന്ധുക്കൾ മാത്രമേ പങ്കെടുത്തുള്ളൂ. ഞാനും പോകേണ്ടതായിരുന്നു, പക്ഷെ ആരെങ്കിലും ഒരാൾ ഇവിടെ വേണ്ടേ, അതുകൊണ്ട് നിന്നതാ. പിന്നെ പെണ്ണാരാണെന്ന് അറിയണ്ടേ? കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ഒരു പെങ്കൊച്ചില്ലായിരുന്നോ, ആനന്ദവല്ലി? ആ കുട്ടിയായിട്ടാ കല്യാണം. ഇത് ദേവൻ സാറിന്റെ നമ്പറാണോ? അതെ. ആരെ സംസാരിക്കുന്നേ? നിങ്ങളാരാ സംസാരിക്കുന്നത്? ദേവൻ സാറിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ആണോ? ആ അതെ. ആരാ? ഞാൻ ദേവേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ. ഇനി ഇത്രയും നാളും ബ്രഹ്മചാരിയാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് പെട്ടെന്ന് കല്യാണാണെന്ന് ആൾക്കാരോടൊക്കെ പറയാൻ ദേവണിനൊരു നാണക്കേട്. അതുകൊണ്ടാ ആരെയും അറിയിക്കാതെ പെണ്ണിന്റെ വീട്ടിൽ വെച്ച് തന്നെ നടത്തുന്നേ. അവര് തമ്മില് വലിയ അടുപ്പത്തിലായിരുന്നേ. ഇത് വല്ലതും ഞങ്ങൾ അറിഞ്ഞോ? ഒരു ദിവസം രാത്രിയില് വീരഭദ്രൻ സാറ് രണ്ടിനെയും കയ്യോടെ പിടികൂടി മുറിയിൽ വെച്ച്. പിന്നെ 4 പേര് അറിയും മുമ്പേ കല്യാണം പെട്ടെന്നങ്ങ് തീരുമാനിച്ചു. അയ്യോ, ഇതൊന്നും ടീച്ചർ ആരോടെങ്കിലും പറഞ്ഞേക്കല്ലേ. എന്നാലും എന്നോട് അത്രയ്ക്ക് ഇഷ്ടം കാണിച്ചോണ്ടിരുന്നപ്പോഴും ആ പെണ്ണുമായിട്ട് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഞാൻ എന്തുമാത്രം സ്നേഹിച്ചത്, എന്നിട്ടും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. എന്റെ സ്നേഹത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ. നീ കരയാതെ, നമുക്ക് അന്വേഷിക്കാം. ഇനി അന്വേഷിട്ടെന്താ? കല്യാണം കഴിഞ്ഞു പോയില്ലേ? അദ്ദേഹം എനിക്ക് അന്യനായി തീർന്നില്ലേ? എന്റെ കാത്തിരിപ്പൊക്കെ വെറുതെ ആയില്ലേ? നീ വിഷമിക്കാതെ, എന്തു വന്നാലും നേരിട്ടല്ലേ പറ്റൂ. ഇനിയിപ്പൊ കരഞ്ഞു പിഴിഞ്ഞു വെറുതെ വീട്ടുകാരെ നാട്ടുകാരെ അറിയിക്കണ്ട. കരയാതെ. അല്ലേ, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്.
പറയൂ. നീ എന്താ ഇരുട്ടത്തിരിക്കുന്നത്? നീ ഇതിനകത്ത് എന്താ തപസരിക്കുവാണോ അല്ലേ? ഞാൻ എന്ത് വേണമെന്ന് അമ്മ പറയുന്നത്? ഇന്നലെ വൈകുന്നേരം കേറി കൂടിയതല്ലേ നീ ഇതിനകത്ത്? നേരത്തോട് നേരം കഴിഞ്ഞു, പുറത്തോട്ട് പോലും നീ ഇറങ്ങുന്നില്ലല്ലോ. ഇന്നലെ പിന്നെ തലവേദനയായിരുന്നു എന്ന് പറയാം, ഇന്നിപ്പോ അസുഖമൊന്നുമില്ലല്ലോ. പിന്നെ ഇതിനകത്ത് പൊരുന്ന കൊഴിയെ പോലെ അടച്ചു പൂട്ടിയിരിക്കേണ്ട കാര്യം എന്താ? ഈ മുറിക്ക് പുറത്തുള്ള ലോകവും ആൾക്കാരെയും ഒക്കെ നിനക്ക് കാണണ്ടേ? ഞാൻ എവിടെയെങ്കിലും കുറച്ച് സമയം സമാധാനത്തോടെ ഇരിക്കുന്ന കണ്ട അപ്പ അമ്മ വഴക്കുണ്ടാക്കിക്കൊണ്ട് വരും. ഞാൻ വഴക്കുണ്ടാക്കുന്നതാണോ മോളെ? നീ ഇങ്ങനെ മിണ്ടാതെയും പറയാതെയും മുറിക്കകത്ത് അടച്ചു പൂട്ടിയിരിക്കുന്ന കാണുമ്പോ അമ്മയ്ക്ക് വിഷമാവൂല്ലേ? അസുഖം എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചാ ഇല്ലാന്ന് പറയും. മനസ്സിന് വിഷമം തട്ടിയ വേറെ എന്തെങ്കിലും കാര്യമാണെന്ന് ചോദിച്ചാലോ ഇല്ലാന്ന് പറയും. ഇത്രയും കാലം നീ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്ക് പെട്ടെന്ന് ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാവുമ്പോ അച്ഛനും അമ്മയ്ക്കും അതിന്റെ കാരണം അറിയണ്ടേ? ഇന്നലെ ലീവ്, ഇന്ന് ലീവ്. എന്താ കാര്യമെന്ന് ചോദിച്ചാ ഞാൻ എന്തു പറയും? അത് മാത്രമല്ല, നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോ അവരെ ഉള്ളാലെ വേദനിക്ക. അവരെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ രാവിലെ സ്കൂളിലോട്ടാന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നതാ. പക്ഷേ വൈകുന്നേരം വരെ നീ എങ്ങനെ സമയം കളയും? അതിനെന്ത് ചെയ്യും? ഈ നാട്ടില് എനിക്ക് ആകെയുള്ള കൂട്ടുകാരി നീ മാത്ര. എന്റെ മനസ്സറിയുന്നതും നിനക്ക് മാത്ര. നീ സഹായിക്കുമെന്ന് കരുതിയാ ഞാൻ വന്നത്. ഞാനോ? ഞാനെന്ത് ചെയ്യാൻ? ഞാൻ നിന്റെ വീട്ടിൽ പോയിരുന്നോളാം. വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്ത് പോന്നാ മതിയല്ലോ. എന്താ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ആലോചിച്ചത് അതൊന്നും അല്ലെന്നേ. നീ എന്തുദ്ദേശിച്ചിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേന്നാ? എന്റെ മാനസികാവസ്ഥ നിനക്കറിയാത്തതുകൊണ്ടാ സുനന്ദേ. എനിക്കറിയാൻ പറ്റുന്നില്ല. അതെങ്ങനെ പറ്റും? നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയേ. ദേവൻ സാറിന്റെ കല്യാണം കഴിഞ്ഞൂന്ന് ആ ഗംഗ നിന്നോട് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. അത് സത്യമാണോന്ന് ഇപ്പോഴും നമുക്ക് അറിയില്ലല്ലോ. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആരും പറഞ്ഞിട്ടുമില്ല. പെണ്ണിനെയും ചെറുക്കനെ നമ്മൾ കണ്ടിട്ടുമില്ല. അങ്ങനെ ഇനി ഉറപ്പാക്കാത്തൊരു കാര്യത്തിന് വേണ്ടിയാ നീ ഇങ്ങനെ ഉരുകി നടക്കുന്നേ. ചുരുക്കി പറഞ്ഞ കാള പറ്റൂന്ന് കേട്ടപ്പം കയറെടുത്തോണ്ട് ഓടിയ മണ്ടിയാ നീ. അല്ലെങ്കിലും നീ എപ്പോഴും ഇങ്ങനെ പറയും. ദേവൻ സാറിന്റെ അച്ഛനാ അവരെ രണ്ടുപേരെയും രാത്രി മുറിയിൽ വെച്ച് പിടികൂടിയത്. അച്ഛൻ നിർബന്ധിച്ച് പറഞ്ഞാ പിന്നെ ദേവൻ സാറിന് ആ പെണ്ണിനെ കല്യാണം കഴിക്കാതിരിക്കാൻ പറ്റൂ? നിനക്ക് മാത്രം എന്താ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തത്? ശരി, അത് സത്യമാണെന്ന് തന്നെ കരുതിക്കും. ദേവൻ സാറിന്റെ കല്യാണവും കഴിഞ്ഞു. ഇനി നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ നീ ഇങ്ങനെ കുളിക്കാതെയും കഴിക്കാതെയും ഉറങ്ങാതെയും നടന്നിട്ട് എന്ത് കാര്യം? പോയത് പോയി. വാവച്ച മുതലാളിയെ തല്ലുകയും അയാളുടെ നേർക്ക് നേർ നിന്ന് സംസാരിക്കുകയും ചെയ്തപ്പോ ഞാൻ കരുതി നീ ചങ്കുറപ്പുള്ളവളായിരിക്കുന്നു. ആരോ എന്തോ നുണ പറഞ്ഞപ്പോ കരഞ്ഞു കൂവി നടക്കുന്ന നിന്നെ കാണുമ്പോ എനിക്കിപ്പോ സഹതാപം തോന്നുക. നീ ആരെയെങ്കിലും സ്നേഹിച്ചു നോക്കണം, അപ്പൊ അറിയാം അതിന്റെ വിഷമം. ഏതായാലും നീ പറഞ്ഞ കാര്യം സത്യമാണോന്നറിയാൻ ഞാൻ ചിന്നനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ചിഹ്നം വരുന്നത് വരെ നീ ഒന്ന് ക്ഷമിക്കുക. വാ, വീട്ടിലേക്ക് പോം. ഞാനും ലീവ് എടുക്കാം. വാ. കേറി വാ. ഇതെന്താ നിനക്കൊരു മടി? റോഡിൽ വെച്ച് വലിയ ആവേശമായിരുന്നല്ലോ. നിന്റെ അമ്മ എന്ത് കരുതും അതോർത്തിട്ട് എനിക്കൊരു... അതൊക്കെ ഞാൻ പറഞ്ഞോളാം. നീ വെറുതെ മൂളി മൂളി നിന്നാ മതി. വാ. അമ്മേ, ഞാനാ. വാതില് തുറക്ക്. ബെല്ലടിക്കുന്ന കേട്ടപ്പോ ഞാൻ കരുതി ആരാണെന്ന്. മീൻകാരി പാറുവാണെങ്കിൽ പുറവശത്തെ കൂടെ വരും. അല്ല, നീ എന്താ തിരികെ പോന്നേ? സ്കൂളിൽ പോയില്ലേ? ഇതാര കൂട്ടത്തിൽ? അമ്മേ, ഇത്രയും ചോദ്യങ്ങൾ ഒന്നിച്ച് ചോദിച്ചാ എങ്ങനെ മറുപടി പറയാനാ? ആദ്യം ഞങ്ങൾ അകത്തോട്ടൊന്ന് കേറട്ടെ, എന്നിട്ട് ഓരോന്നോരോന്നായി മറുപടി പറയാം. വാ. അച്ഛന്റെ കൊമ്പൊടിക്കാനുള്ള ഒരു അവസരത്തിനു വേണ്ടി എത്ര നാൾ കാത്തിരിക്കാനും ഞാൻ ഒരുക്കോ? അതിനർത്ഥം ഞങ്ങൾ കണ്ടുപിടിക്കുന്ന ആളെ മോള് വിവാഹം കഴിച്ചു കൊള്ളാമെന്നാണോ?